ഈ ഉപാസനയിലും ആളുകളുടെ അവരുടെ രുചി വൈചിത്ര്യം കൊണ്ട് വിഭിന്നമായ ആചാരങ്ങളുണ്ടെന്ന് പറയുമ്പം അതിനൊക്കെ ഫ്രീഡം, അതിനൊക്കെയുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ടാവണമല്ലോ. അപ്പം പലപ്പോഴും ഈ സാത്വികം എന്നോ അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം എന്ന് പറയുന്ന ഉപാസനാ രീതികൾക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ ഈ മൃഗബലി പോലുള്ള ഉപാസനകൾ അല്ലെങ്കിൽ സാധാരണ നമ്മൾ കണ്ടുവരാത്തതും എന്നാൽ നമുക്ക് നമ്മുടെ സെറ്റ് ചെയ്തിട്ടുള്ള പുതിയ സാമൂഹിക സങ്കല്പത്തിൽ അത് ചേരുന്നില്ല എന്നുള്ളത് കൊണ്ട് നികൃഷ്ടം എന്നൊക്കെ കരുതാൻ സാധ്യതയുള്ള ആചാരങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുക? ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും ഇന്ന് കേരളത്തിലെ ഒരു മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതിൽ സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ വൈദേശിക മതങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളൊരു സ്ഥലമാണ് കേരളം. അതിനനുസരിച്ചിട്ട് നമ്മുടെ മൈൻഡ് മാറിയിട്ടുണ്ട്, രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ പോയാൽ അതുകൊണ്ട് ഒരു ഇന്നത്തെ ഹിന്ദു വിശ്വാസി എന്ന് പറയുന്ന ഒരാളും ദൈവത്തെയാണ് അന്വേഷിക്കുന്നത്. ക്ഷേത്രത്തിൽ ദൈവമല്ല, ദേവതയാണുള്ളത്. മറ്റുള്ള സെമറ്റിക് മതങ്ങളുടെ കാര്യാലയങ്ങൾ ആരാധന സങ്കേതങ്ങളാണ്. ഇത് ദേവതാ സങ്കേതമാണ്. ദേവതാ സങ്കേതത്തിൻ്റെ നിഷ്ഠയോടുകൂടി പരിപാലിപ്പിക്കപ്പെട്ടാൽ മതി അതുമായി ബന്ധപ്പെട്ട സമാജത്തിനും ദേശത്തിനും ഒക്കെ അഭിവൃദ്ധി ഉണ്ടാവാൻ. അവിടെ പോയി തൊഴേണ്ട പോലും കാര്യമില്ല. ഈ ഒരു വ്യത്യാസം, ബേസിക്കായിട്ടുള്ളൊരു വ്യത്യാസം തന്നെ ഇന്ന് നമ്മളും ഇതൊരു സെമറ്റിക് മതത്തിൻ്റെ രീതിയിലാണ് പലരും കണ്ടുപോകുന്നത്. അതൊരു വിഷയമുണ്ട്. നമ്മൾ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിലും സാംസ്കാരിക പരിസരത്തിലും ഒക്കെ നിന്നുകൊണ്ടാണ് കാണുന്നത് എന്നുള്ളത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇവിടുത്തെ പാരമ്പര്യത്തിൻ്റെ മെയിൻ സ്ട്രീമിൽ ഉള്ള ഒന്ന് തന്നെയാണ് അങ്ങ് നേരത്തെ പറഞ്ഞ ബലിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ. അത് മാറി നിൽക്കുന്നൊരു കാര്യമോ ചുരുങ്ങിയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഏത് കർമ്മവും സ്വത്വം മാത്രമായിട്ടൊരു കർമ്മവുമില്ല. രജസും തമസ്സും കൂടി ചേർന്നാലേ കർമ്മം നടക്കും. പുകയില്ലാതെ ഒരു തീയുമില്ല. അപ്പോൾ ഈ 3 ഗുണങ്ങളുടെയും സംയോജിച്ചുകൊണ്ട് മാത്രമേ ഒരു കർമ്മം നടക്കുള്ളൂ. അപ്പോൾ ആ കർമ്മത്തിൻ്റെ സ്വഭാവം എന്താണ്? ആ ഗുണത്തിന് കൂടുതൽ ആധിക്യം വേണം. ഇപ്പോൾ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ ഭാവത്തിനനുസൃതമായിട്ടുള്ള ദ്രവ്യങ്ങളും ഭക്ഷണവും ആഹാരവിഹാര രീതികളൊക്കെ മതി. ആ നേരത്ത് യുദ്ധം ചെയ്യാൻ, വ്യാപാരം ചെയ്യാൻ, സംരക്ഷിക്കാൻ, നിയമവ്യവസ്ഥയെ പരിപാലിക്കാൻ, ഇതിനൊക്കെ പുറപ്പെടുന്ന ആളുകൾ, ഒരു സ്ഥാപനം നടത്താൻ ഇതിനൊക്കെ പുറപ്പെടുന്ന ആളുകൾക്കോ അതിനാവശ്യമായിട്ടുള്ള ദ്രവ്യങ്ങളും അതിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങളും അതിനാവശ്യമായിട്ടുള്ള ദേവതകളും വേണം. അപ്പം അതെല്ലാം ഒരേ പ്രാധാന്യമുള്ളതാണ്. എന്ത് ഇല്ലാതാകുന്നുവോ ആ ഗുണം നമ്മിൽ നിന്ന് നഷ്ടപ്പെടും. അങ്ങനെയുള്ള ചില ഈ പാശ്ചാത്യ രീതികളെ അനുകരിക്കാൻ അല്ലെങ്കിൽ അതിനെ തെറ്റിദ്ധരിച്ച് അനുകരിക്കാൻ ശ്രമിച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മളിൽ നിന്ന് ഈ സമാജത്തിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി. ശക്തിയാണ് നഷ്ടപ്പെടുന്നത്, വീര്യമാണ് നഷ്ടപ്പെടുന്നത്.